നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫിഗർ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ പറയും നമ്മൾ ഒറ്റയാനെ കണ്ടെത്തുക പറയില്ലേ, ആ സംഭവം തന്നെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് ഒറ്റയാൻ നോക്കാം. ഓക്കെ, ഇതിൽ ഈ ഡി എന്നുള്ള ഫിഗർ ഒഴികെ ബാക്കി എല്ലാ ഫിഗേഴ്സും നമുക്ക് എങ്ങനെയാണ് കിട്ടുക? മറ്റേ ഫിഗേഴ്സിനൊന്നും ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ കിട്ടും. നോക്ക്, ഈ ഫിഗർ എങ്ങനെയാണ് കിട്ടുക? ഈ ഒരു ഫിഗറിനെ കുറച്ചും ഇങ്ങോട്ട് ചരിച്ചു വെച്ചാൽ ഈ ഫിഗർ കിട്ടും അല്ലേ. ഈ ഒരു ഫിഗറിനെ കുറച്ചും കൂടെ അങ്ങോട്ട് ചിരിച്ചു വെച്ചാലാണ് ഈ ഒരു ഫിഗർ കിട്ടുക അല്ലേ. നേരെ തിരിച്ചാൽ ഇത് കിട്ടും. നോക്ക്, ഈ ഒരു ഫിഗർ മാത്രം എന്ത് ചെയ്യില്ല, നമുക്ക് ഒന്നുകൊണ്ട് തിരിച്ചാൽ ഇത് മാത്രം കിട്ടില്ല. ബാക്കി എല്ലാ ഫിഗേഴ്സും അങ്ങോട്ട് കൂടെ തിരിച്ചാൽ എന്ത് കിട്ടും? കിട്ടും. അപ്പോൾ ഡി ആണ് എന്ത് ഓപ്ഷൻ വരുന്നത്. ഇനി ഈ ഫിഗർ നോക്കട്ടോ. നോക്ക്, ഈ ഒരു ഫിഗർ എടുത്തിട്ട് ആ ഫിഗറിനെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പം എല്ലാ ഇതും എന്താണ്? ഇത്രയും നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. നോക്ക്, ഈ ഒരു എന്താണ് ഡാർക്കുള്ള നേരെയാണ് ആരോ മാർക്ക്, ഈ ഡാർക്കിന് നേരെയാണ് ആരോ മാർക്ക്, ഈ ഡാർക്കിന് നേരെയാണ് ആരോ മാർക്ക്. ഇവിടെ സെയിം ആണോ? അല്ല അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെയാണ് ആരോ മാർക്ക്, തെറ്റാണ്. ഇവിടെ എന്താണ്? ഡാർക്കിന് നേരെയാണ് ആരോ മാർക്ക്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, ഇനി ഇത് നോക്കട്ടെ. ഇതിൽ ഏത് ഒറ്റയാണ്? ഇവിടെ ഒരു ആരോ മാർക്ക്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവിടെ 1 2 3 4. ഓക്കെ, പിന്നെ ഇവിടെയോ 1 2 3 4 5 6 7. ഇവിടെ 7 എണ്ണം. 1 2 3 4 5 5 എണ്ണം. ഇവിടെയാണ് എത്ര ഉള്ളത്? ഇരട്ട സംഖ്യ ഉള്ളത്. ബാക്കിയൊക്കെ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഏതാണ്? സി ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതിലേതാ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എത്ര ലൈൻ ഉണ്ട്? 1 2 3 ലൈൻ കൊണ്ട് യോജിപ്പിച്ചത്. ഇതോ 1 2 3, ഇത് 3 എണ്ണം. 1 1 2 3, ഇത് 3 എണ്ണം. ഇവിടെയോ 1 2 3, ഇത് 3 എണ്ണം. ഇതെന്തുകൊണ്ട് എത്ര എണ്ണം കൊണ്ടാണ് യോജിപ്പിച്ചത്? എം 1 2 3 4. ഓക്കെ, ഇത് 4 കൊണ്ടാണ്. അപ്പോൾ ഏതാണ് ഒറ്റയാന്? ഈ ആണ് ഒറ്റയാന്. ഓക്കെ, നീ ഫിഗർ നോക്കട്ടോ. ഇതിൽ ഏത് ഒറ്റയാണ്? ഇതിന് എത്ര സൈഡിന്? 3 സൈഡ്. ഇതിന് 3 സൈഡ്. ഇതിനും ഇപ്പോൾ ചെറുതാണെങ്കിൽ 3 സൈഡ്. ഇതിന് എത്ര സൈഡിന്? 4 സൈഡ്. അപ്പോൾ ഏതാണ് ഒറ്റയാന്? ഈ ആണ് ഒറ്റയാന്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് കണ്ടെത്താൻ പറ്റുമോ നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ എത്ര സിമ്പിൾ ഉണ്ട്? 1. പുറത്തെ തരണുണ്ട് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എത്ര സിമ്പിൾ ഉണ്ട്? ചെറുത് 2 എണ്ണം. പുറത്തെ തരണുണ്ട് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 എണ്ണം, പുറത്ത് നോക്ക് 2 എണ്ണം. ഉള്ളിൽ 2 എണ്ണം, പുറത്ത് 2 എണ്ണം. ഉള്ളിൽ 2 എണ്ണം, പുറത്ത് 2 എണ്ണം. അപ്പോൾ ഏതാണ്? ഇവിടെ ഉള്ളിലൊന്ന്, പുറത്ത് 2. അപ്പോൾ ഏതാ ഒറ്റയാന്? ഈ ആണ് ഒറ്റയാന്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യന് ഇതിലേതാണ്? നോക്ക്, ഈ ചിത്രത്തിൽ എന്താണ്? നടുക്ക് കൂടെ മുറിച്ചുണ്ട്. ഈ ചിത്രത്തിന് നടുക്ക് കൂടെ മുറിച്ചുണ്ട്. ഇതിനെയും നടുക്ക് കൂടെ, ഇതിനെയും നടുക്ക് കൂടെയാണ്. അപ്പോൾ ഏതിനെയാണ് നടുക്ക് കൂടെ? ഇത് നടുക്ക് കൂടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമില്ല. ഈക്വൽ ആയിട്ടാണ്, രണ്ടും ഒരേ ഷേപ്പായി കട്ട് ചെയ്യണ്ടില്ല. അപ്പോൾ ഏതാണ് ഒറ്റയാന്? ഈ ആണ് ഒറ്റയാന്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, ഇനി നോക്കട്ടോ. ഇവിടെ നോക്ക്, ഒറ്റ വര വരച്ചു. എത്ര പാർട്ടായി? 2 പാർട്ടായി. ഇവിടെ എത്ര വര വരച്ചിട്ടുണ്ട്? 1 2 വര. എത്ര പാർട്ടായി? 4 പാർട്ടായി. അപ്പോൾ 4 പാർട്ടാണ് 4 സൈഡ്. ഇവിടെയോ 2 വര 4 പാർട്ടായി. ഇവിടെയോ 1 2 3 അല്ല, എത്ര പാർട്ടായി? 1 2 3 4 5. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6. 6 സൈഡ് ഉണ്ട്. ഇതിന് എത്ര പാർട്ടായി കട്ട് ചെയ്തു? 6 പാർട്ട്. ഇതിന് 5 സൈഡായപ്പോൾ 5 ഭാഗമായി കട്ട് ചെയ്തു. 4 സൈഡായപ്പോൾ 4 ഭാഗമായി കട്ട് ചെയ്തു. ഇവിടെ 4 സൈഡാണ്, 4 ഭാഗമായി കട്ട് ചെയ്തു. ഇവിടെ 3 സൈഡാണ്, പക്ഷെ കട്ട് ചെയ്ത് എത്ര ഭാഗമായിട്ടാണ്? 2 ഭാഗമായിട്ടാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷന്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി ഇതിൽ നോക്കട്ടോ. ഒറ്റയാന് നോക്ക്, ഇതിലൂടെ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ കറക്റ്റ് നോക്കണം കേട്ടോ. നോക്ക്, ഇതിന് രണ്ടിലും ഇങ്ങനെ ഈ ഒരു 2 ലൈനും എന്താണ് ഇങ്ങനെ അടുത്തടുത്തൊരു ഇൻഡു ലൈന് പോകുന്നുണ്ട് അല്ലെ, അടുത്തടുത്താണ്. ഇവിടെ ആ ലൈൻ എങ്ങനെ വരണത്? ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതിലെങ്ങനെയാണ് വരണത്? ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതിലങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇൻഡു ഇവിടെ അങ്ങനെ വരുമ്പോൾ ഈ ഷേപ്പാവും, ഇവിടെ വരുമ്പോൾ ഈ ഷേപ്പാവും. ഇനി ഇങ്ങനെ ആയാലോ? ഈ ക്വസ്റ്റ്യന് തെറ്റാണ് കേട്ടോ.
കറക്റ്റ്. ഓക്കെ, ഇനി ഇത് നോക്ക്, ഈ ഫിഗർ നോക്ക്. ഏതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്? ഇവിടെ നോക്ക്, ഈ ഒരു ബ്ലാങ്ക് ആയി സ്ഥലം ഓപ്പൺ ആണ്. ഇവിടെയും ഓപ്പൺ ആണ്, ഇവിടെയും ഓപ്പൺ ആണ്, ഇവിടെയും ഓപ്പൺ ആണ്. ഏത് ഓപ്പൺ അല്ലാത്തത്? ഡി ആണ് ഓപ്പൺ അല്ലാത്തത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യന് നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഏതാ ഫിഗർ? ത്രികോണം തന്നെയാണല്ലേ, പക്ഷെ ചെറുതാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് ചതുരാണ്, ഉള്ളിലും ചെറിയ ചതുരം. ഉള്ളിൽ ചെറിയ ചതുരാണ്. ഇവിടെ നോക്ക്, പുറത്തൊരു എന്താണ് റോംബസ്, അതായത് ചതുരത്തിലൊന്ന് കുത്തി നിർത്തിയ ഷേപ്പാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? ത്രികോണാണ്. പറ്റുമോ? പറ്റില്ല. ഇവിടെ എന്താണ്? 5 വശമുള്ള സൈഡാണ്, ഉള്ളിലും 5 വശമുള്ള സൈഡാണ്. ഇവിടെയോ 6 വശമുള്ള സൈഡാണ്, ഉള്ളിലും 6 വശമുള്ള സൈഡാണ്. അപ്പോൾ ഏതാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? സി ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്ക്, ഈ ചിത്രത്തിൽ ഏതൊറ്റയാണ്? നമുക്ക് നോക്കി അറിയാം അല്ലേ. ഈ മോളത്തി ഒരു നമ്മൾ മിറർ ഇമേജ് പഠിച്ച് ഈ മോളത്തി ത്രികോണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ? ഇത് ഒരുമിച്ചായി. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുമിച്ചായി. പക്ഷേ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരേപോലെ നിൽക്കുമല്ലോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ച് ഇതാക്കണേ. ഇത് നോക്ക് പറ്റും, ഇതും അതുപോലെ പറ്റും. അപ്പോൾ ഏതാണോ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? സി ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ വരണ്ട്, പുറത്തുമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 വരണ്ട്, പുറത്തൊരു വരണ്ട്. ഉള്ളിൽ 2 വരണ്ട്, പുറത്തൊരു വരണ്ട്. ഇത് ഉള്ളിൽ വരണ്ടോ? ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ വരണ്ട്, പുറത്ത് 2 വരണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഡി ആണ്. ഉള്ളിൽ ഒറ്റ വരിയില്ല. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഈ ഫിഗർ നോക്കുക. ഈ ഒരു ബെൻഡ് എല്ലാത്തിലും എന്താണ്? പുറത്തേക്കാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ മാത്രം എന്താ? ഉള്ളിക്കാണ്. കണ്ടോ? അങ്ങനെ ഉള്ളിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ എ ആണ്, ഒറ്റയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇത് രണ്ടും തമ്മിൽ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഇവർ തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഇവർ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്, ഒരു രീതിയിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഉള്ളത് ആരാണ് ഉള്ളിൽ? അപ്പുറത്തുള്ളത് നോക്കാം. ഇവർ അതേപോലെ ഇതുള്ളത് ആരാണ്? ഇവിടെ നോക്ക്. ഇവിടെ എന്താണ്? പുറത്ത് നോക്കുക. ത്രികോണം, വട്ടം, ഒരു പോയിന്റ് ഇവിടെ അല്ലേ. അതായത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഉള്ളിലത്തെ ഫിഗർ പുറത്തും പുറത്തെ ഫിഗർ ഉള്ളും. അപ്പോൾ കുഴപ്പമില്ല. അതിനുള്ളിൽ ഇത് വരച്ചു. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു സൈഡിലായിട്ട് ഡോട്ട് കൊടുത്തു. ഇവിടെ നോക്ക്, നടുക്കാണ് ഡോട്ട്. ഇവിടെ ഒരു ഫിഗർ ഉള്ളിലൊന്നല്ല, അങ്ങനെ ഇതാണ്. ഇവിടെയോ ഉള്ളിലാണ്, പക്ഷെ ഡോട്ട് ഇവിടെയാണ്. ഇവിടെ ഡോട്ടേ ഇല്ല. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഇതുവരെയായിട്ട് ബന്ധമുള്ളത്. ഡോട്ട് ഒരേ സ്ഥലത്ത്. ഓക്കെ, ഇനി അടുത്തത് നോക്ക്. ഒരു വട്ടുണ്ട്. വട്ടത്തിന് മുകളിൽ എന്താ ചെയ്തിട്ടുള്ളത്? വേറൊരു ഫിഗർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഈ വട്ടത്തിൻ്റെ വേറൊരു ഫിഗർ കൊണ്ടുവച്ചു. ഇവിടെ എന്താണ്? ചതുരം. ചതുരത്തിന് മുകളിലും വേറൊരു ഫിഗർ കൊണ്ടുവച്ചു. 2 ഫിഗർ എന്താണ്? അതായത് ഈ മോള് കൊണ്ടുവച്ചിട്ടുള്ള എന്താണ്? നോക്ക്, ഈ താഴത്തെ വട്ടത്തിന്റെ പകുതി എടുത്തിട്ടാണ്, പകുതി വലുതാക്കിയിട്ടാണ് മോള് കൊണ്ടുവച്ചിട്ടുള്ളത്. അതേപോലെ ഈ ചതുരത്തിന്റെ പകുതി കുറച്ച് മുറിച്ച് പകുതിയാക്കിയിട്ടാണ് മോള് കൊണ്ടുവച്ചിട്ടുള്ളത്. അതേപോലെ നോക്ക്, ഇവിടെ ഇതിങ്ങനെയാണോ വരല്ല, ബി ഇങ്ങനെയാണോ വരിക? ആണല്ലേ. കാരണം നോക്ക്, ഇങ്ങനത്തെ ഒരു ഫിഗറാണ് ഉള്ളത്. ആ ഫിഗറിൻ്റെ ഒരു പകുതി ഫോമാണ് മോള് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് തെറ്റാണ്, ഇതൊക്കെ തെറ്റാണ്. പകുതി കൊണ്ടല്ല മോള് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതേ ഫിഗറാണ് മോള് കൊണ്ടുവച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. ഈ മുട്ടി നിൽക്കുന്ന ഈ ഒരു ഫിഗറിനോ 4 സൈഡ്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. ഈ ഫിഗറിന് 1 2 3 4 5 സൈഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇതേമാതിരി നമ്മൾ നോക്കുക. ഇതിനെ നോക്ക്. 1 2 ഇത് നമുക്ക് മനസ്സിലാവണില്ല, പോട്ടെ. നമുക്ക് ഇതേപോലെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ 1 2 3 സൈഡ് ഉണ്ട്. അതിന് എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6 സൈഡ്. പറ്റൂല. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. ഇതിനും 4 സൈഡ്. അപ്പോൾ ഇത് തീരെയും പറ്റൂല. ഇവിടെ നോക്കുക, എത്ര സൈഡ് ഉണ്ട്?
1 2 3 4 5. ഇതിന് 5 സൈഡ്. ഇതിന് എത്ര സൈഡ്? 1 2 3 4 അല്ലേ? 4 സൈഡ്. അപ്പോൾ 4, അതായത് തൊട്ടടുത്തുള്ള നമ്പേഴ്സിൻ്റെ സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 സൈഡ്. ഇതിനോ 3 സൈഡ്. ഇവിടെ 5 സൈഡ് 3 സൈഡ്. ഇവിടെയോ 4 സൈഡ് 5 സൈഡ്. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതാണ് പ്രോബ്ലം ഫിഗർ. 4 ഐഡൻറ്റിക്കൽ ഫിഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ഇതാണ് പ്രോബ്ലം ഫിഗർ കേട്ടോ. ഇനി നമുക്ക് ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഫിഗർ നോക്ക് കേട്ടോ. നമ്മൾ ഈ ഒരു വട്ടത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുള്ളത്. നടുക്ക് എന്താണ്? ഒരു പോയിന്റ് നിന്നാണ് ഇതൊക്കെ പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ്? ആ പോയിന്റ് നിന്നാണ് പോയിട്ടുള്ളത്. ഇവിടെ നോക്ക്, പുറത്തേക്ക് അങ്ങനെ ഒരു പോയിന്റ് നിന്നല്ല എല്ലാതും പോയിട്ടുള്ളത്. ഇവിടെയോ? ഇവിടെ ഉള്ളിൽ റൗണ്ട്, പുറത്തത് പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് നിന്നാണല്ല, ഇവിടെ ഒരു പോയിന്റ് നിന്നാണല്ലേ എല്ലാം പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഡി ആണ് ഓപ്ഷൻ വരിക. ഓക്കെ, അടുത്തത് ഫിഗർ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇതിന് ഓപ്ഷൻ വരിക ബി ആണ്. പക്ഷെ ബി ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഈ ഉള്ളിലത്തെ ലൈനൊന്നും ക്ലിയർ അല്ല, അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞ ഫിഗറിൻ്റെ പ്രശ്നമാണ് കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം ക്ലിയർ ഉള്ള ഫിഗർ. ഓക്കെ, ഇതിൽ നോക്ക്. ഇതിലേതാണോ ഒരേപോലെ വരണത്? നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇതിനെന്ത് ചെയ്തു? നോക്ക്, ഇവിടെ കണ്ടോ? നടുക്ക് എന്താണ്? ചതുരാണ് അല്ലേ? ഇത് ഈ നടുക്ക് ചതുരാണ്. ബാക്കി നമ്മൾ കോൺ ഷേപ്പിൽ വെട്ടി ചെയ്ത് ഒരു കോണിന് കളർ കൊടുത്തു. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് റൗണ്ട് കളർ കൊടുത്തു. ഇവിടെ അങ്ങനെ ഒരു ഷേപ്പാണ് വരണല്ല. ഇവിടെ ഒരു ഷേപ്പും ഇല്ല. ഇവിടെ അല്ല അല്ലേ? ഇവിടെ ആണോ? അല്ല. ഇവിടെ നടുക്ക് ഒന്നിച്ച് ഇത് നോക്ക്, കറക്റ്റ് ആണല്ലേ? നടുക്ക് ചതുരം, ബാക്കി ചുറ്റോറം ചതുരം കൊടുത്തു, ഒരു കള്ളിക്ക് ചതുരം കൊടുത്തു. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഈ ആണ് ഓപ്ഷൻ വരിക. ഓക്കെ, ഇവിടെ നോക്ക്. ഇതിന് 3 സൈഡിനുള്ളിൽ എത്ര ലൈൻ കൊടുത്തിട്ടുണ്ട്? 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 സൈഡിലുള്ള എത്ര ലൈൻ കൊടുത്തിട്ടുണ്ട്? 4 ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നോക്കാം കേട്ടോ, നമുക്ക് ഇതിലേതാ അതേപോലെ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? ഏതാ പറ്റാത്തതെന്ന് ചോദിക്കും. നോക്ക്, ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത് ബന്ധമില്ലാത്തില്ല, ഇത് ബന്ധമില്ലാതെ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു മാറിപ്പോയതാണ്. ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6 2 4 5 6 സൈഡ് ഉണ്ട്. അപ്പോൾ എത്ര ലൈന് വേണം? 5 ലൈന് വേണം. ഇവിടെ 1 2 3 4 സൈഡുള്ളൂ. 4 ലൈനുള്ളൂ, പറ്റില്ല. ഇവിടെ 4 സൈഡിനുള്ളിൽ എത്ര ഉണ്ട് ലൈൻ? 2 ലൈന്, പറ്റൂല. ഇവിടെ 3 6 സൈഡ് ഉണ്ട്. 6 സൈഡിൻ്റെ ഉള്ളിൽ 3 ലൈന്, പറ്റൂല. ഇവിടെ 4 സൈഡ് ഉണ്ട് അല്ലേ? ഉള്ളിൽ 4 സൈഡിന് എത്ര ലൈന് വരച്ചിട്ടുണ്ട്? 3 ലൈൻ. അപ്പോൾ പറ്റില്ലേ? ഡി ആണ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഇതിൽ എത്ര ഡോട്ട് ഉണ്ട്? 4 ഡോട്ട് ഉണ്ട്. ഇവിടെയോ 2 ഡോട്ട്. ഇവിടെ 1 2 3 4 5 6 ഡോട്ട്. ഇവിടെ 4 ഡോട്ട്. ഒക്കെ ഇരട്ട സംഖ്യയാണ് അല്ലേ? ഇവിടെ എത്ര ഡോട്ട് ഉണ്ട്? 1 2 3 4 5. ഇത് 5 ആണ്. ഇവിടെ 3 ആണ്. ഇവിടെ 1 2 3 4 5 6 7 8 ഡോട്ട് ഉണ്ട്. ഇവിടെയോ 1 2 3 4 5 6 7 ഡോട്ട്. ഇവിടെയോ 5 ഡോട്ട്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്ക്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6 സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മളിതിന് എത്രണ്ണാക്കി കട്ട് ചെയ്തു? 1 2 3 4 5 6 സൈഡ്, 6 ഭാഗമായി കട്ട് ചെയ്തു. ഇവിടെ 4 സൈഡിന് 4 ഭാഗമായി കട്ട് ചെയ്തു. 3 സൈഡാണ് 3 ഭാഗമായി കട്ട് ചെയ്തു. 4 സൈഡാണ് 4 ഭാഗമാക്കി കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര സൈഡ് ഉണ്ട്? അത്രയും ഭാഗങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്ക്,
3 സൈഡാണ്, 2 ആക്കി കട്ട് ചെയ്ത് പറ്റൂല. ഇവിടെ 1 2 3 4 5 സൈഡാക്കി, 5 സൈഡാക്കി കട്ട് ചെയ്തിട്ടുണ്ടോ? 5 ഭാഗമായി കട്ട് ചെയ്തിട്ടുണ്ടോ? 1 2 3 4 5 5 ഭാഗമായി കട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ഏതാണ്? ബി ആണ് ഓപ്ഷൻ വരിക. ഇവിടെ നോക്ക് 3 സൈഡാണുള്ളത്, 4 ഭാഗമായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയോ 6 സൈഡാണുള്ളത്, 4 ഭാഗമായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 സൈഡാണ്, 3 ഭാഗമാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും പറ്റില്ല. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ഓക്കെ, ഈ ഫിഗർ നോക്കൂട്ടോ. ഈ ഫിഗർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ബാർ വന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണ് ബാർ, ഇതിനിങ്ങനെയാണ് ബാർ. നോക്ക്, ഓക്കെ. ഇനി ഇത് നോക്ക്, ഇതിനിങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇത് പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇതിനിങ്ങനെ നീട്ടി ഞാൻ വരച്ചു, ഇതിനിങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഇതിനിങ്ങനെ നീട്ടി വരച്ചു, ഇതിനിങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഇതിന് ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചു, ഇതിനിങ്ങനെ പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. ഇതിനെയോ ഇങ്ങനെ നീട്ടി വരച്ചു, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. അപ്പോൾ ഇതിലങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ വരച്ചു, ഈ ലൈൻ ഇങ്ങനെ വരച്ചു, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇതിനിങ്ങനെ വരച്ചു, ഇതിനിങ്ങനെ വരച്ചു, പാരലലാണ് വരുന്നത്. ഇതിനിങ്ങനെ വരച്ചു, ഇതിനിങ്ങനെ വരച്ചു, എന്തെങ്കിലും ബന്ധമുണ്ടല്ല. ഇതിനിങ്ങനെ വരച്ചു, ഇതിനിങ്ങനെ വരച്ചു, പാരലലാണ്. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, ഇനി അടുത്തത് നോക്ക്, ഇവിടെ നോക്ക്, ഒരു ലൈൻ ഉണ്ട് അല്ലേ? ലൈൻ ആകുമ്പോൾ ഇങ്ങനെ ഈ മറ്റേ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതെയോ ഇതിനും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. ഇതിനേതാ വരിക? ഇതിനും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. ഇതിനെവിടെ വരിക? ഇതിനും സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഓരോ ലൈനും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നോക്ക്, ഈ ലൈൻ നടുക്ക് കൂടെ വരുന്നത്. ഇവിടെ അങ്ങനെ ചെരിഞ്ഞിട്ട്, ഇവിടെ അങ്ങനെ വെറും നടുക്ക് കൂടെ, ഇവിടെ പ്ലസ് ആണ്, പറ്റില്ല. അപ്പോൾ ഏതാണ് ഒരു സൈഡിന് പാരലായിട്ട് വരുന്നത്? എ ആണ് ഓപ്ഷന്. ഓക്കെ, എ ആണ് ഓപ്ഷന്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഈ ഫിഗറിന് എങ്ങനെ മടക്കിയാൽ എന്താ കിട്ടുക? ഒരേപോലെ കിട്ടും. ഇതിനിങ്ങനെ മുകളിലേക്ക് മടക്കി ഒരേമാതിരി കിട്ടും. ഇതിലങ്ങനെ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഇതിനിങ്ങനെ മടക്കിയാൽ, ഈ ഒരു ഫിഗറിന് അങ്ങനെ ഒന്നിച്ച് മടക്കിയാൽ എന്ത് ഒരേപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻസ് ക്വസ്റ്റ്യൻസ്. ഞാൻ PDF ഷെയർ ചെയ്യാം കേട്ടോ.